സ്കൂളിൽ RSSന്റെ ഗണഗീതം പാടി കുട്ടികൾ. മലപ്പുറം തിരൂർ ആലത്തിയൂർ KHMH സ്കൂളിലാണ് കുട്ടികൾ RSS ഗണഗീതം പാടിയത്. ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണ് സംഭവം. മുഹമ്മദ് ഷഹീദ് ചേരുന്നു വിശദവിവരങ്ങളുമായി. ഷഹീദ്, ഇത് ഏത് സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു പാട്ട് കുട്ടികൾ പാടിയത്, ഗണഗീതം പാടിയത്? ഏതെങ്കിലും നിർബന്ധത്തിന്റെ പുറത്ത് പാടിയതാണോ? എന്താണ് വിശദാംശങ്ങൾ? ഈ സ്കൂൾ അധികൃതരോ കുട്ടികളോ ഒക്കെ നമ്മളോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടോ? മുത്തി, മലപ്പുറം തിരൂർ ആലത്തിയൂർ സ്കൂളിലാണ് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഈ RSSന്റെ ഗണഗീതം, RSS ശാഖയിൽ പാടുന്ന ഗണഗീതമാണെന്നാണ് പറയുന്നത്. ഈ ഗാനം ആലപിച്ചത്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി ദേശഭക്തി ഗാനങ്ങൾ സാധാരണഗതിയിൽ സ്കൂളുകളിൽ പാടാറുണ്ട്. അങ്ങനെയാണ് ഈ പാട്ട് വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ RSS ശാഖയിൽ പാടുന്ന ഇത്തരം പാട്ടുകൾ സാധാരണഗതിയിൽ നമ്മുടെ സ്കൂളുകളിൽ ഈ സ്വാതന്ത്ര്യദിനത്തിനോ അല്ലാതെ ഒന്നും അത് ആലപിക്കാറില്ല, പാടാറില്ല. പക്ഷേ ഇതെങ്ങനെ വന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അപ്പോൾ സ്കൂൾ അധികൃതരുടെ പ്രാഥമികമായ വിശദീകരണം, സ്കൂളിലെ പല ഗ്രൂപ്പുകൾ, വിദ്യാർത്ഥികൾ ചേർന്നുള്ള ചില ഗ്രൂപ്പുകളായി തിരിച്ചായിരുന്നു ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഈ പാട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇത് പരിശോധിക്കാനോ, ഇത് എവിടെ നിന്നാണ്, ഏത് തരത്തിലുള്ള പാട്ടാണെന്ന് പരിശോധിക്കാനോ അത് മാറ്റാനോ ഒന്നുമുള്ള സാവകാശമോ അതിനുള്ള സൗകര്യമോ കിട്ടിയില്ല എന്നാണ് സ്കൂൾ അധികൃതർ പ്രാഥമികമായി ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഏതായാലും DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണവും പരിശോധനയും ഇതെങ്ങനെയാണ് ഈ പാട്ട് RSS ശാഖയിൽ വരുന്ന പാട്ട് സ്കൂളിൽ വന്നതെന്ന പരിശോധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രാഥമികമായും സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നത് ഈ കാര്യവുമാണ്. മോത്തി.